ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജൂലൈ മാസ ഫലമാണ്. ജൂലൈ മാസത്തിൽ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകൾ, ദൈവാധീനം, തൊഴിൽ പുരോഗതി, ആരോഗ്യം, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മറ്റ് കുഴപ്പങ്ങളിൽ ഒന്നും ചാടാതെ, അല്ലെങ്കിൽ വരാൻ സൂചനയുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം വിചിന്തനം ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്. വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് അവസരമുണ്ട്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം ദൈവാധീനമുണ്ട് എന്നുള്ളതാണ്. അതായത് സർവേശ്വരകാരകനും സർവസമ്പത് പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം രാശിയുടെ അധിപനാണ്. അതായത് മീനം രാശിയുടെ അധിപൻ. ആ വ്യാഴം തൊഴിൽ സ്ഥാനത്തിന്റെ കൂടി അധിപനാണ്. അത് സുഖസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. സുഖസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാവിധ സുഖങ്ങളും തരുന്ന ഭാവത്തിൽ ബലവാനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ബലവാനായിട്ട് സ്ഥിതി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള കാര്യം ആരോഗ്യപരമായിട്ട് പൊതുവെ നന്നായിരിക്കും. എന്നിരുന്നാലും ഏഴര ശനി ജന്മത്തിൽ അനുഭവിക്കുന്നു. ശനി എപ്പോഴും ശനി തന്നെയാണ്. അതിൻ്റെതായ ചില ദോഷവശങ്ങളും ഉണ്ട്. എന്നാൽ നല്ല കാര്യങ്ങൾ തരുന്നതിനും ശനി അനുകൂലനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി പലതരത്തിലുമുള്ള അലസത ഉണ്ടാക്കും. അലസതയെ നമ്മൾ സ്വയം തന്നെ വെടിഞ്ഞ്, അത് പ്രാർത്ഥനയിലൂടെയും നിരന്തരമായ ശ്രമത്തിലൂടെയും അലസത അതാണ് പലരെയും പരാജയത്തിലേക്ക് നയിക്കുന്നത്. കാര്യങ്ങളൊക്കെ വിജയിച്ചു എന്ന് കണക്കാക്കി വരുമ്പോഴായിരിക്കാം അലസത വരുന്നത്. അതോടുകൂടി പരാജയങ്ങളിലേക്ക് പോകും. ശ്രേയസ്സും യശസ്സും വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ്. കഫസംബന്ധമായോ വാദസംബന്ധമായോ ഒക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുകയോ ധൈര്യത്തിനും വീര്യത്തിനും ഒരു കുറവ് വരികയോ ഒക്കെ ചെയ്യാം. അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. ധനപരമായ കാര്യങ്ങളായാലും മറ്റ് പ്രവർത്തികരമായ കാര്യങ്ങളായാലും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഉത്തമ ഗൃഹം വന്നു ചേരുന്നതിനോ ഉത്തമ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് വളരെ അനുകൂലം. അത് പൂർണ്ണമായ ബലത്തോടുകൂടി കേസരി യോഗപ്രദനായിട്ടാണല്ലോ ആ വ്യാഴം ചന്ദ്രന്റെ കേന്ദ്രമായ, അതായത് നക്ഷത്ര രാശിയുടെ കേന്ദ്രമായ 4-ാം ഭാവത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അത് പൂർണ്ണ ബലമാണ്. അപ്പോൾ 4-ാം ഭാവാധിപനായിരിക്കുന്ന ബുധന്റെ സ്ഥിതി ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ വിദ്യ കൊണ്ട് വിജയം വരിക്കുവാനും വിജയം വരിച്ച ആ വിദ്യക്ക് അനുസരിച്ച് ജോലി ലഭിക്കുവാനും ഉദ്യോഗാർത്ഥികളായിരിക്കുന്ന, അതായത് ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് സാധിക്കും. ഇപ്പോൾ ജോലിയിലായിരിക്കുന്നവർക്ക് പഠിപ്പിന്റെ അനുസരിച്ച് ഒരു നല്ല പുരോഗതി തൊഴിൽ രംഗത്ത് വന്നു ചേരുവാനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും യോഗമുണ്ട്. അതായത് ധനസ്ഥാനം സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ രാഹുവാണ്. രാഹു അവിടെ 12-ാം ഇടത്ത് നിൽക്കുമ്പോൾ പല വിധത്തിലും ഉള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. അത് അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ്. സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും. സ്വന്തം നാട് വിട്ട് പോകുന്നതിന് അനുകൂലമായിരിക്കുന്ന ഒരു സമയവുമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് പഠിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം.
ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപ്രദമായ കാലം. ദാമ്പത്യ ഭാവത്വമില്ല. കൂടാതെ ദാമ്പത്യ ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആ ബുധൻ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ സ്നേഹമൊക്കെ വർദ്ധിക്കുവാൻ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് മീനം രാശിക്കാരായിരിക്കുന്ന പൂട്ടാതി, നാലാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ അകൽച്ചയൊക്കെ വന്നുവിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറി സ്നേഹം വന്നു ചേരുന്നതിനും യുവാക്കൾക്കായാലും മധ്യവയസ്കർക്കായാലും ഒരു പ്രണയം വന്നു ചേർന്ന് പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാനും യോഗമുണ്ട്. സ്നേഹത്തിന്റെ ഗ്രഹമായ ആ വ്യാഴം മുക്കാൽ ദൃഷ്ടി ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്ന ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും. അപ്പോൾ വിവാഹ ദാമ്പത്യ ഭാവത്തിന്റെ അധിപൻ പ്രണയസ്ഥാനത്ത് നിൽക്കുമ്പോൾ കലയുടെ കാരകനായ ശുക്രൻ 2-ലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 എന്ന് പറയുമ്പോൾ പടം വരയ്ക്കുക, പാട്ടുപാടുക, പ്രസംഗിക്കുക, അങ്ങനെയുള്ള ജോലികൾ, പ്രത്യേകിച്ച് സംസാരത്തിലെ കലാവിരുത്, അത് ഒരു വക്കീൽ ജോലി ചെയ്യുന്നവർക്കായാലും അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിൽ അധ്യാപന ജോലികള്, രാഷ്ട്രീയ രംഗത്ത് പ്രസംഗം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കുന്നവർക്ക്, മറ്റ് മീഡിയകളിലൊക്കെ വാർത്തകൾ വായിക്കുക, അങ്ങനെ ഉള്ളവർക്ക്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, പിന്നെ സംഗീതജ്ഞരായിട്ടുള്ള അനവധിയായിട്ടുള്ള സംഗീതങ്ങൾ കൈകാര്യം ചെയ്യുന്നവര്, ഇവർക്കൊക്കെ അത് വിജയിപ്പിക്കുവാൻ സാധിക്കും. നല്ല നേട്ടങ്ങൾ ഉണ്ടാകുവാനും അപ്രതീക്ഷിതമായ ആഗമന യോഗം ഉണ്ടാകുവാനും പ്രസിദ്ധി ഉണ്ടാകുവാനും ഒക്കെ യോഗം. പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. പുതിയ ഒരു സംരംഭം ആരംഭിക്കണമെന്ന് വിചാരിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് അതിനുവേണ്ടി ശ്രമം ആരംഭിക്കാൻ പറ്റിയ സമയമാണ്. വിജയിക്കുവാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ സ്വന്തമായിട്ട് വന്നു ചേരുവാനും ഈ വ്യാഴത്തിന്റെയും ബുധന്റെയും ശുക്രന്റെയും ഒക്കെ സ്ഥിതി കൊണ്ട് സാധിക്കും. അതുപോലെ ചൊവ്വായും അനുകൂലമാണ്. അധികാരത്തിന്റെ ഗ്രഹമായ ആദിത്യൻ ബലവാനായിട്ട് സ്ഥിതി ചെയ്യും. ഇതൊക്കെ ഈ ഗ്രഹങ്ങളെ കൊണ്ട് അനുകൂലമാണ്. ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. രണ്ടാമത്തെ കാര്യം, ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. വിജയങ്ങളിൽ എത്തുവാനായിട്ട് സാധിക്കും. ഏതെങ്കിലും രോഗാവസ്ഥ ഉള്ളവർക്ക് ചികിത്സകൾ ഫലിക്കുന്നതിനും രോഗങ്ങൾ മാറുന്നതിനും സൂചനയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട വഴിപാടുകളും പ്രാർത്ഥനകളും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ, ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോ, ശനിയാഴ്ച വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുകയോ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ധന്വന്തര മന്ത്രം ജപിക്കുന്നതും ഒക്കെ അനുകൂലം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.